തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ്. മുന്നണികൾ നെട്ടോട്ടമാണ്. അവസാന റൗണ്ടിലെ അടിയൊഴുക്കുകൾ എവിടൊക്കെയാണ് സംഭവിക്കുക എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. കേരളത്തിലെ NDA മുന്നണി ശക്തിപ്പെട്ടതോടുകൂടിയാണ് മറ്റ് രണ്ട് മുന്നണികളുടെയും ഉറക്കം കെടുത്തിയിരിക്കുന്നതും അവരുടെ നെട്ടോട്ടത്തിന് ഇടയാക്കിയിരിക്കുന്നതും. അതുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് കേരളം ഒരു തൂക്ക് സഭയിലേക്ക് പോകുമോ എന്ന്. അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം BJP 2 മുതൽ 5 വരെ അല്ലെങ്കിൽ 2 മുതൽ 8 വരെ സീറ്റുകൾ വരെ പിടിച്ചെടുക്കാം എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് BJPയുടെ കണക്കുകൂട്ടൽ 15 വരെയാണ്. 15 വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചലനമെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ ഭൂപടം തന്നെ കംപ്ലീറ്റ് മാറും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഈ 2 ഇടം അല്ലെങ്കിൽ 5 ഇടം അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ അവർ പറയുന്ന കണക്കനുസരിച്ച് 15 ഇടങ്ങളിലാണ് വിജയിക്കുന്നത് എങ്കിൽ പോലും അതിനപ്പുറം വിജയിക്കാത്ത മണ്ഡലങ്ങളിൽ വളരെ ഒരു 20 മണ്ഡലത്തോളം ഇവർ 2ാം സ്ഥാനത്തെത്തുമെന്നുള്ളതാണ്. അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഈ 2ാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനവുമായിട്ട് അടുക്കൽ തന്നെ നിൽക്കും. അവ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. വിജയത്തോളം എത്തുന്ന പരാജയം എന്ന് വേണേൽ പറയാം. അതായത് ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് പരാജയപ്പെട്ടത് 15,000 വോട്ടിന് മാത്രമാണ്. വിജയത്തോളം എത്തിയ പരാജയം ആണിത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടെന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അപ്പോൾ ഇതേപോലുള്ള സാഹചര്യം കേരളത്തിലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാകും. ഇതാണ് CPM-നും കോൺഗ്രസിനും അടിപതറിയിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 60 മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ്. ഈ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ആരുടെ വോട്ടാണ് ചോരുന്നത് എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. പലരും മുൻകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മുഴുവൻ കോൺഗ്രസിന്റെ വോട്ടാണ് ചോരുന്നത് എന്ന് പറയുന്നുണ്ട്. ആകാം. CPM-ന്റെ വോട്ടിലും ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം, ആ വോട്ട് കോൺഗ്രസിനും UDF-നും കിട്ടും, ഒപ്പം BJP-ക്കും കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 60 മണ്ഡലത്തില് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു എന്ന് പറഞ്ഞത്. വിധി നിർണയിക്കുക അടിയൊഴുക്കുകളായിരിക്കും. അപ്പൊ ഇതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ വറചട്ടിയിലാണ് ശരിക്കും പറഞ്ഞാൽ 60 മണ്ഡലങ്ങൾ. ഫലം പ്രവചനാതീതമാണ്. BJP-ക്ക് നിർണായക സ്വാധീനമുള്ള 10 മണ്ഡലങ്ങളിൽ നടക്കുന്നത് കടുത്ത ത്രികോണ മത്സരവും ആണ്. LDF-ഉം UDF-ഉം NDA-യും ഒരുപോലെ വിജയ അവകാശപ്പെടുന്ന മണ്ഡലങ്ങളും കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലം അതിശക്തമായ, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. 3 മുന്നണികളും വിജയം അവകാശപ്പെടുന്ന മണ്ഡലമാണ്. മറിച്ച് നേമത്താണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും വിജയം അവകാശപ്പെടുന്നുമില്ല, അവകാശപ്പെടാനൊട്ട് യോഗ്യതയുമില്ല എന്നുള്ളതാണ്. ഇതേ സ്ഥിതി തന്നെയാണ് കഴക്കൂട്ടത്തും. വിജയം അവകാശപ്പെടാനായിട്ട് അവർക്ക് കഴിയത്തില്ല. കോൺഗ്രസ് ഈ ബഹുദൂരം പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഭൂരിഭാഗവും LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ് BJP പിടിച്ചെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് CPM-ന് വലിയ ഒരു തകർച്ച ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ ഇടതിനാണോ വലതിനാണോ വിജയമെന്ന് തീരുമാനിക്കുന്നതിൽ BJP വോട്ടുകൾ നിർണായകമായിട്ടുള്ള മണ്ഡലങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം 10 കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ഇത് 3ഉം തിരുവനന്തപുരം ജില്ലയാണ്. ചാത്തന്നൂർ കൊല്ലം ജില്ലയിലെ, എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, കോട്ടയം ജില്ലയിലെ പാല, തൃശൂർ ജില്ലയിലെ തൃശൂർ ആസ്ഥാനമായിട്ടുള്ള നിയമസഭാ മണ്ഡലം, പാലക്കാടും മഞ്ചേശ്വരം, കാസർഗോഡ്,
ഇത് രണ്ടും കാസർഗോഡ് ജില്ലയിലെ 50 മണ്ഡലങ്ങളിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങള് തിരുവനന്തപുരം ജില്ലയിലെ നോക്കുമ്പോൾ നെയ്യാറ്റിൻകരയും കോവളവും പാറശാലയും കാട്ടാക്കടയും അരുവിക്കരയും നെടുമങ്ങാടും വാമനപുരവുമാണ്. വാമനപുരമൊക്കെ ഇടതു കോട്ടയാണ്. അവിടെയൊക്കെ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോട്ട് ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അടിപതറാൻ പോകുന്നത് CPM ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, കുണ്ടറ, ചവറ, കുന്നത്തൂർ, ഇരവിപുരം എന്നീ മണ്ഡലങ്ങളിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ജി സുധാകരൻ മത്സരിക്കുന്നത് കൊണ്ട് കായംകുളം, ആലപ്പുഴ, അരൂർ എന്നിവിടങ്ങളിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഇടം ആറന്മുള, കോന്നി, റാന്നി, അടൂർ എന്നീ മണ്ഡലങ്ങളിലാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ഇടുക്കിയും പീരിമേടും ദേവികുളവും ഉടുമ്പൻചോലയുമാണ്. ഇതിലെ ദേവികുളം മണ്ഡലത്തിനകത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതിന്റെ കാരണം BJPയുടെ സ്ഥാനാർത്ഥി രാജേന്ദ്രനാണ്. CPM-ൽ നിന്ന് പോയിട്ടുള്ള രാജേന്ദ്രന്റെ അവിടെ അടിത്തട്ടിൽ വലിയ സ്വാധീനമുണ്ട്. തമിഴ് വംശജരുമായിട്ട് വലിയ ബന്ധവും അവരുടെ വോട്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു BJP സ്ഥാനാർത്ഥി തന്നെയാണ് രാജേന്ദ്രൻ. അതുപോലെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ, കൊച്ചി, കളമശ്ശേരി, കോതമംഗലം ഇവിടെയും അതിശക്തമായ പോരാട്ടമാണ്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ, ചാലക്കുടി, നാട്ടിക, ഗുരുവായൂരാണ്. പാലക്കാട് ജില്ലയിൽ വരുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലം തൃത്താലയും. കോഴിക്കോട് ജില്ലയിൽ വരുന്നത് കോഴിക്കോട് സൗത്തും പേരാമ്പ്രയും നാദാപുരവും കുറ്റ്യാടിയുമാണ്. അതുപോലെ തന്നെ ബേപ്പൂരിലും അതിശക്തമായ പോരാട്ടമാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷാ ബേപ്പൂരിലെത്തി. അവിടെ BJPയുടെ പ്രകാശ് ബാബുവാണ് മത്സരിക്കുന്നത്. അതുപോലെ മലപ്പുറത്ത് തവന്നൂരും പൊന്നാനിയും തിരൂരുമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ബാക്കി നമുക്കറിയാം 16 നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഈ 3 ഇക്കുറി പൊന്നാനി പോലും CPM-ന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാണ് അറിയുന്നത്. കേരളത്തിൽ അതിശക്തമായ UDF തരംഗം ഉണ്ടാകുമ്പോഴും CPM-ന്റെ മലപ്പുറം ജില്ലയിലെ ഒരു സേഫ് കോർണർ ആയിരുന്നു പൊന്നാനി. ആ പൊന്നാനി പോലും അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. പിണറായി വിരുദ്ധ തരംഗമാണ് കേരളം മുഴുവൻ അലയടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മാർക്സിസ്റ്റ് കോട്ട പോലും കടപുഴകാൻ തുടങ്ങുന്നത്. അതുപോലെ വയനാട് ജില്ലയിലെ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയിലും അതിശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. കണ്ണൂരിലെ കണ്ണൂരും അഴീക്കോടും പേരാവൂരുമാണ് അതിശക്തമായ മത്സരം നടക്കുന്നത്. പേരാവൂരിലെ മത്സര ചിത്രം മാറുന്നത് അവിടെ KK ശൈലജ മത്സരിക്കാൻ ഇറങ്ങുന്നത് കൊണ്ടാണ്. പക്ഷേ KK ശൈലജ അവിടെ ഒരു നേർച്ചക്കോഴി മാത്രമായിരിക്കും ആകാൻ പോകുന്നത്. KK ശൈലജ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ കൊണ്ടിറക്കിയിരിക്കുന്നത്. അപ്പോൾ 60 മണ്ഡലത്തിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. അടിയൊഴുക്കുകൾ വിധി നിർണയിക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.